എടാ മണിയ, നീ പറയുന്ന കേക്ക്. ഇന്നലെ വരാമെന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പൊ ഈ മുഹൂർത്തത്തിന് കയറി വന്നിട്ട് അവിടെ എല്ലാം വൃത്തിയാക്കാൻ നോക്കിയാൽ നടക്കില്ല. നീ ആ കുണ്ടും കുഴിയൊക്കെ നികത്തി ഇരച്ചിലൊക്കെ ഒന്ന് വെട്ടിയാൽ മാത്രം മതി. വന്ന് കയറുന്നവർക്കൊരു വൃത്തിയും മെനയൊക്കെ തോന്നുന്നുണ്ട്. വസുമതി എന്ത് ചെയ്യും? ദേ നിൽക്കുന്നു വസുമതി. കുറെ നേരമായിട്ട് അന്വേഷിക്കുന്നല്ലോ വസുമതി എന്ത് ചെയ്യുന്നു? ഓ, ഈ വസുമതി അല്ല, ബിരിയാണി ഉണ്ടാക്കണ വസുമതി അരി കിട്ടിയോന്നാണ്. കൊള്ളാം, ബിരിയാണി അടുപ്പയിലിരിക്കുന്നു. നീ പോയി ജയമോളോട് ഒരുങ്ങി നിൽക്കാൻ പറ, അവരിപ്പം ഇങ്ങോട്ട് എത്തും. സുരേഖ മോള് വരുമെന്നാ പറഞ്ഞത്. അവളുടെ കെട്ടിയവന് ലീവ് കിട്ടത്തില്ല. നമ്മുടെ മൂത്ത മോളല്ലേ, അവിടെ അനിയത്തിയുടെ കാര്യത്തിന് അവള് വരാതിരിക്കുമ്പോൾ നീ അകത്തോട്ട് ചെല്ല്. അവര് വരുമ്പോ കാപ്പിയും പലഹാരവും കൊടുക്കണം. ഉച്ചയാവുമ്പോ ബിരിയാണിയും കൊടുക്കണം. ദേ നിന്റെ ആങ്ങള വരുന്നു. അയ്യോ ഒന്നല്ലേ ആങ്ങളെ, തട്ടി വീഴാതെ വരണേ. അവിടെ ആകെ കുണ്ടും കുഴിയുമാ. റോഡ് പണിക്കാർ കല്ലിറക്കിയിട്ടിരിക്കുക. മണിയാ, വേഗം അവിടെ ഒന്ന് നിരപ്പാക്കടാ. എന്താ അളിയ, വഴിയൊക്കെ ഒന്ന് ശരിയാക്കണ്ടേ? വരുന്നവർക്ക് എന്തോ തോന്നും. പണിക്കാരെ കിട്ടണ്ടേ അളിയ? എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ബംഗാളികളെ പറഞ്ഞയക്കത്തില്ലായിരുന്നു. ആങ്ങളെ ഇരിക്കേ, ഞാൻ വരുന്നേ. കുടിക്കാരനെ എടുക്കണ്ട. ഞാൻ ആ തന്നയുടെ കടന്ന് ഒന്നാന്തരം മോരുമണം കുടിച്ചോണ്ടാ വന്നത്. ആരെപ്പോ ഒരു കളിയാ? 11 ആകുമ്പോ അവര് വരുമെന്ന ബ്രോക്കർ പറഞ്ഞത്. ആരാ ബ്രോക്കർ? അറിയില്ലേ, ആ ചാക്കപ്പൻ. ആ കള്ളനാണോ? കുടവെക്കുന്നത് വടിവെക്കാത്തവനാ. അവനെ നാട്ടുകാരെ വിളിക്കുന്നതിനെ ചാക്കാല ചാക്കപ്പന്നാ. എന്നാലും അയാൾ കൊണ്ടുവന്ന ബന്ധം ഞാൻ നേരിട്ട് അന്വേഷിച്ചു. കുഴപ്പമില്ല അളിയാ. എന്നാലും അവൻ ശ്രദ്ധിച്ചോണം. കല്യാണ കമ്മീഷൻ കിട്ടാത്ത കാരണം ഒരു വിവാഹം കലയിൽ കളഞ്ഞവൻ. അവൻ കിട്ടിയിരിക്കുന്ന പെണ്ണായെന്ന് അറിയാവോ? ഞാനെങ്ങനെ അറിയും? അവൻ ഇടനില നിന്ന കല്യാണം. ചെറുക്കൻ വീട്ടുകാരും പെൺവീട്ടുകാരും ഉറപ്പിച്ചു വെച്ച കല്യാണം. കല്യാണത്തിന്റെ തലേ ദിവസം അവൻ ആ പെണ്ണെ അടിച്ചോണ്ട് അങ്ങ് പോയി. എന്തായാലും അയാൾക്ക് 100 ആയുസ് അതേ വരുന്നു. എന്തോന്ന് വഴിയായിരുന്നു? അയ്യോ അയ്യോ, മനുഷ്യന് നടന്നു വരേണ്ട വഴിയോ? കൊള്ളാവുന്ന കുടുംബക്കാർ വരേണ്ട വഴിയാ. ഞാൻ അവരോട് പറഞ്ഞത് വീടിനകത്ത് വരെ കാറ് കയറി വരുമെന്നാണ്. ഇപ്പൊ വരും നല്ല ഒന്നാന്തര പാമ്പ്. ആകെ നാണക്കേടാകും. ഞാനിനി അവരോട് എന്തോ പറയും. എന്തായിരുന്നു? ആറാ പഠിക്കൽ വരെ വരുമല്ലോ, പിന്നെ ഒരു ഇച്ചിരി നടന്നാ പോലെ. അത് അവർക്ക് ശീലമല്ലെന്ന്. എപ്പോഴും കാറിൽ സഞ്ചരിക്കുന്നവരാ അവര്. നിങ്ങളെപ്പോലെ നിസാരക്കാരല്ല. ഞങ്ങൾ നിസ്സാരക്കാരാ. ഞങ്ങളോട് പൊരുത്തപ്പെടുന്നവർ മാത്രം വന്നാൽ മതി. പൊരുത്തം നോക്കി നോക്കി നിങ്ങളുടെ കൊച്ചിന് വേണ്ടി ഞാൻ എവിടെല്ലാം നടന്നു. ഉന്നയനം തമ്പിള്ളാറ്റോ, ആ വകെ വണ്ടിക്കൂലി എനിക്ക് 2345 രൂപ ഇങ്ങോട്ട് തരാനുണ്ട്. ഞാൻ കുറിച്ചിട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ മേടിച്ചോളാം. അവരെവിടെ വരെ ആയി? എത്രയായി? പിന്നൊരു കാര്യം, ഈ ഉടായിപ്പ് ആഹാരമൊന്നും അവർക്ക് കൊടുത്ത് എന്നെ നാണക്കെടുത്തരുത്. നിങ്ങളുടെ മോൾ ആ കുടുംബത്തോട്ട് ചെന്ന് കയറേണ്ടവളാ. അപ്പോൾ അതിൻ്റെതായ എന്താ ഒരു അന്തസ്സൊക്കെ വേണം. ഞങ്ങൾക്ക് എന്താണ് അന്തസ്സ് കുറവ്? അല്ല, അതേ ഉള്ളൂ. അവരുടെ സ്റ്റാറ്റസിനനുസരിച്ച് നമ്മൾ നിൽക്കണ്ടേ? അതെ, ചിക്കൻ ബിരിയാണി റെഡിയായിട്ടുണ്ട്. മോളോട് ഒരുങ്ങാൻ പറഞ്ഞോ? മോളും അവരുടെ ചേച്ചിയും ഒരുക്കത്തില്ല. സുരേഖ എപ്പോ വന്നു? അവളെ അപ്പുറത്തോടിങ്ങി വന്നു. അവളോട് ഒരുങ്ങണ്ടെന്ന് പറ. രണ്ടുപേരും കൂടി ഒരുങ്ങി ഇറങ്ങി വന്നാലേ ചെറുക്കന് പെണ്ണ് തെറ്റിപ്പോകും. ഒരു കാറ് വരുന്നുണ്ട് കേട്ടോ. അവർ തന്നെ കൃത്യനിഷ്ഠയുടെ കാര്യത്തിൽ അവരെ കണ്ടു പഠിക്കണം. അതെ അതെ, അവരെ കണ്ടു പഠിക്കണം. അത് അപ്പുറത്തെ ആ സഹീർ സാറും കുടുംബവുമാണ്. വരുന്നേ, അവർ വരുന്നേ. നല്ല കുടുംബ മഹിമയുള്ളവരാ. നിങ്ങൾ അകത്തോട്ടൊന്ന് വന്നേ. വരുന്നേടയോ? അവര് വരേണ്ട സമയം കഴിഞ്ഞല്ലോ. സമയത്തിന് വിലയുള്ളവരാ അവര്. ചെറുക്കൻ ആരാ? യുവ കോമളൻ. ചെറുക്കൻ്റെ അച്ഛനാരാ? റിട്ടയേർഡ് RTO. ഇല്ലറയാണോ കൈക്കൂലി വാങ്ങുന്നത്? മൂത്ത മകൻ റവന്യൂ ഇൻസ്പെക്ടറാ. ഒത്തിരി ഉണ്ടാക്കി. ഇളയ മകൻ വനത്തിലെ ഫോറസ്റ്റാണ്. കള്ളത്തടി ഒരുപാട് കയറ്റി കാശ് കുറേ ഉണ്ടാക്കിയിട്ടുണ്ടേ. വീടൊന്ന് കാണണം. അപ്പടി തേക്കാം. എടി പോണം. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡ്യൂട്ടി സമയത്ത് എന്നെ വിളിക്കരുതെന്ന്. ഞാൻ ഓൺ ഡ്യൂട്ടിയിലാണ്. വാടകക്കാരൻ വന്നോ? അയ്യോ, 4 മാസത്തെ കുടിശ്ശിക ഉണ്ടല്ലോ. നീ അയാളോട് പറ വഴക്കുണ്ടാക്കാതെ പൊക്കോളാൻ. ഇന്നെന്റെ ശമ്പളം കിട്ടൂടി. ഒരു നല്ല തുക ഉറപ്പാണ്. കുടിശ്ശിക സഹിതം ഇന്ന് തീർത്തു കൊടുക്കാമെന്ന് വെച്ചാൽ പറ. പറഞ്ഞു. പിന്നൊരു കാര്യം,
ഇന്ന് വൈകിട്ട് ഒന്നും വെക്കണ്ട കേട്ടോ. ചിക്കൻ ബിരിയാണി പാഴ്സലുമായി വരുമെന്ന് ഞാൻ ഏറ്റിരിക്കുന്നു. മക്കളോട് പറഞ്ഞ അച്ഛൻ കൊണ്ടുവരുമെന്ന്. 2-3 ദിവസം കഴിക്കാനുള്ളത് കൂടെ എടുത്തോളാം. വെച്ചോ വെച്ചോ, സമയമില്ല, ഞാൻ ഡ്യൂട്ടിയില്ല. സഹീർ സാറോ? സാറേ വന്നാട്ടെ, കൂടെ അരിച്ചേട്ടനുണ്ടല്ലോ. ഇന്ന് നല്ല തിരക്കുള്ള ദിവസമാണ്. എന്നാലും അനന്തപിള്ളയുടെ മകളുടെ കാര്യമായതുകൊണ്ട് ഒന്ന് വന്നേച്ച് പോകാമെന്ന് കരുതി. അതെ, നമ്മൾ അയൽക്കാരല്ലേ, സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഓടിയെത്തേണ്ടവർ. അല്ല, അവരെത്തി. എത്തും, ഇപ്പൊ എത്തുമെന്ന്. ഇരുന്നാട്ടെ. ലോഹിത സാറ് വരുമെന്നാ പറഞ്ഞിരുന്നേ. സാറിന് ഇന്ന് പ്രോബസിന്റെ പ്രോഗ്രാം ഉള്ള ദിവസമാണ്. എനിക്കും അങ്ങോട്ടൊന്ന് പോകണം. കേട്ടോ, കണ്ടില്ലയോ, കൃത്യനിഷ്ഠയുള്ളവരാ. അവർ വരുന്നുണ്ട്. പതുക്കെ വന്നിട്ട് തട്ട് വീഴാതെ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുക. ശരിയോ, മാർബിൾ പോകും ഇവിടത്തെ. വന്നു ആണ്ടാങ്ങനെ വീഴല്ലേ. വന്നോളൂ വന്നോളൂ. റോഡ് പണി നടക്കുന്നതുകൊണ്ട് വഴി അല്പം മോശമാണ്. നാട് ഒടിഞ്ഞു. എടോ ചാക്കപ്പോ, താനല്ലേ പറഞ്ഞത് കാറ് വീടിന്റെ അകത്ത് വരെ കയറി വരുമെന്ന്? ഇതെന്തൊരു കുണ്ടും കുഴിയുമുള്ള റോഡ്. ഞാൻ പറഞ്ഞത് മഴക്കാരന്റെ കാര്യമാണ്. നോക്കിക്കോ, ഈ റോഡ് ഇപ്പൊ ഹൈവേ ആകത്തില്ലേ? എല്ലാരും ഇരുന്നാട്ടെ. ഓടിച്ച വീടാണല്ലോ. ഞാൻ വിചാരിച്ചതൊരു ബംഗ്ലാവ് വല്ലതും ആയിരിക്കുമെന്ന്. എന്റെ കുഞ്ഞെ, ബംഗ്ലാവ് കാണാനാണെങ്കിൽ അങ്ങ് തിരുവനന്തപുരത്ത് പോയ പോരെ, കാഴ്ച ബംഗ്ലാവ്. എടോ, താൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിരുന്നത്. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഓണം കയറാൻ മൂലയിലോട്ട് വരത്തില്ലായിരുന്നു. നിങ്ങൾക്കിത് ഓണം കയറുന്നതായിട്ട് തോന്നും. എന്നാൽ യഥാർത്ഥ ഓണം കയറി വരുന്നതേ സ്വച്ഛമായി ഈ ഗ്രാമപ്രദേശത്താണ്. എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്കൊന്ന് പരിചയപ്പെടാം. അതെ, മുമ്പ് ഫോണിൽ കൂടെ മാത്രമല്ലേ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളൂ. ഞാൻ കുഞ്ഞനന്തൻ, പെൺകുട്ടിയുടെ അച്ഛനാണേ. ഇതെന്റെ സഹോദരിയുടെ ഭർത്താവ് സുകുമാരൻ നായർ. ഇത് സഹീർ സാറ്, ട്രഷറി ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ആളാ. നമസ്തേ. നമസ്തേ. ഇത് ഹരിച്ചേട്ടൻ, ഞങ്ങളുടെ കുടുംബ സുഹൃത്താ, കഥകളിക്കാരനാ. നമസ്കാരം. ഇവൾ എൻ്റെ ഭാര്യ വസുമതി. അതൊരു അരിയുടെ പേരല്ലേ? ഇതെന്റെ മൂത്ത മകൾ സുലേഖ. അതും ഒരു അരിയുടെ പേരല്ലേ? നിങ്ങൾ കാണാനിരിക്കുന്ന ഇളയ മകൾ ജയ. അതും ഒരു അരിയുടെ പേരല്ലേ? ഇനി ഒരു കൊച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ അതിന് അയ്യാറിട്ടൊന്ന് പേരിട്ടേനെ. ഞാനൊരു നെൽകൃഷിക്കാരനാണ്. നെൽമണിയോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് എൻ്റെ മക്കൾക്ക് ഈ പേരിട്ടിരിക്കുന്നത്. കുഞ്ഞനത്തെ പുള്ളച്ചന്റെ ഭാര്യയ്ക്ക് പേരിട്ടതും പുള്ളച്ചൻ തന്നെയാണോ? ആ പേരിലൂടെയാണോ ഞാൻ ഇവളെ സ്നേഹിച്ചത്. ഞാൻ പയ്യന്റെ അച്ഛൻ ഭാസുരാങ്കൻ. ഇതെന്റെ ഭാര്യ ഭാനുമതി. ഇവനാണ് പയ്യൻ ഉണ്ണി. നാട്ടുകാർ മണ്ണുണ്ണീന്ന് വിളിക്കും. ഇതെന്റെ അളിയൻ, ഭാര്യ സഹോദരൻ. ഇവളെന്റെ മൂത്ത മകൾ കനകമ്മ. അപ്പൊ ഇനി താമസിക്കണ്ട, പെണ്ണുകാണൽ ചടങ്ങ് ആയിക്കോട്ടെ. വസുമതി, എന്താ പറ്റിയ നിന്റെ പേര്? ജയ. അങ്ങോട്ടൊന്ന് തിരിഞ്ഞേ. തിരിവെണ്ണേ, ഈ മുടിയൊന്ന് നോക്കട്ടെ. തിരുപ്പനൊന്നും അല്ലല്ലോ. അല്ല. നിന്റെ കാലിൽ എന്താ കണ്ണട്ട അടിച്ചോ? അല്ലേ, നാണം കൊണ്ട് കളം വരയ്ക്കുന്നതാന്നേ. ഇനി ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയട്ടെ, നമുക്ക് അകത്തോട്ടിരിക്കാം. അങ്ങനെ ഒരു ശീലം ഞങ്ങൾക്കില്ല. ഈ പെണ്ണും ചെറുക്കനും കൂടിയുള്ള സംസാരം അത് വേണ്ട. വേണോടാ മോനെ? വേണ്ട. ഞാൻ എൻ്റെ ഭാര്യയെ ആദ്യം കണ്ടതും കല്യാണ പന്തലിൽ വെച്ച. മോനെ ഉണ്ണി, നിനക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോടാ? ഇല്ല, അച്ഛനും അമ്മയും പറയുന്നതേ ഞാൻ അനുസരിക്കത്തുള്ളൂ. എങ്കിൽ എൻ്റെ മോൾ അകത്ത് പോക്കോ. അപ്പോഴേ നിങ്ങൾ കൂടി തീരുമാനിക്കുക. ഞങ്ങൾ ഇറങ്ങട്ടെ. ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഞങ്ങൾ വരുമെന്നേ. ഞങ്ങളവിടെ വന്ന് കഴിച്ചിട്ടേ പോകൂ.
അതെ, അതാണല്ലോ പ്രധാന കാര്യം. ശരി, നിങ്ങൾ എന്ത് തരും? എന്ത് തരണം നിങ്ങൾ പറ. നോ കോംപ്രമൈസ്. 101 പവനും 25 ലക്ഷം രൂപയും ഒരു കാറും. അതെ, സാധാ കാറൊന്നും പോരാ, ഒരു ഓടി കാറ് തന്നെ വേണം, അല്ലേ മോളെ? ഞങ്ങളുടെ സ്റ്റാറ്റസ് ഞങ്ങൾ നോക്കണമല്ലോ. ഇവന്റെ ചേട്ടൻ വാങ്ങിയ തുക കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഇക്കണക്കിന് ഇതൊന്നും ഇല്ല. ഇത് ഞാൻ ഇടപെട്ടിട്ടാ ഇത്ര കുറച്ചത്. ഒരു പെണ്ണിനെ ഇറക്കി വിടേണ്ട കാര്യമല്ലേ? സത്യത്തിൽ ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും ചേർന്ന ബന്ധമല്ലിത്. ഉള്ളച്ചോ, നിങ്ങളുടെ മോള് ചെന്ന് കയറുന്നത് എങ്ങോട്ടാന്നറിയാവോ? സ്വർഗത്തിലോട്ടാ. ഏതൊന്ന് ആലോചിക്കേ, ഒരു തീരുമാനത്തിലെത്ത്. എനിക്ക് ആ വാടകക്കാരനെ ഒന്ന് പറഞ്ഞയക്കണ്ടോ? ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. അളിയാ പോ. താനത് എവിടെ പോവാ? അകത്തോട്ട്. താനോട് ഇതിടൂ. എന്നാ ഞാൻ ഇവിടെ ഇരിക്കാം. ആലോചിച്ചിട്ട് എളുപ്പം പറഞ്ഞേ. എന്റെ വാടകക്കാരന്റെ കാര്യം. അളിയോ, എനിക്കിത് അങ്ങോട്ട് പിടിക്കുന്നില്ല. പെൺകൊച്ചിനെ കാണാൻ ഒരു ഭംഗിയില്ല. എടോ, താനല്ലേ പറഞ്ഞു നല്ല കിളി പോലിരിക്കുന്ന പെങ്കൊച്ചാണെന്ന്? ഇതിനെ കണ്ടിട്ട് മരംകൊത്തിയുടെ കൂട്ടിരിക്കുന്നു. മരം കൊത്തി ഒരു കിളിയല്ലേ? ശരിയാ, മരം കൊത്തിയാണല്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കൂട്ടിലിട്ട് വർദ്ധിക്കണം. എനിക്ക് അവളും മാതിയമ്മ. എന്തായി? സത്യത്തിൽ നിങ്ങൾ ആവശ്യപ്പെട്ടതിൽ നിന്നും അല്പം കൂടി ഞങ്ങൾ പ്രതീക്ഷിച്ചു. കല്യാണം കഴിപ്പിച്ചയക്കാൻ എനിക്ക് ഇവൾ കൂടിയല്ലേ ഇനിയുള്ളൂ. അതുകൊണ്ട് 101 പവൻ തരാം, കാറും തരാം. 25 ലക്ഷം 50 ലക്ഷമാക്കി തരുവാനാണ് ഞങ്ങളുടെ തീരുമാനം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ചിക്കൻ ബിരിയാണി റെഡി. അത് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ആലോചിക്കാം. അതെ 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 അതെ. പിന്നെ അകത്തോട്ട് പോകുമ്പോഴേ ഒരു 10 പാഴ്സൽ എടുത്തോണേ. അതിനെന്താ, വരുന്നേ. തുകയൊന്ന് കൂട്ടി പറയേണ്ടതായിരുന്നു. സ്വർണം കൂട്ടി പറയേണ്ടതായിരുന്നു. എനിക്ക് പ്രയോജനപ്പെട്ടേനെ. എന്തായാലും എന്റെ കമ്മീഷൻ 5% അത് ഓർത്താ കൊള്ളാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. എഴുന്നേറ്റ് ബിരിയാണി കഴിക്കാനാ? അല്ല, ഇറങ്ങിപ്പോകാൻ. എന്റെ സ്ത്രീത്വത്തിന് വില പറയാമെന്ന് നിങ്ങൾ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ചൂലെടുക്കും. പൊയ്ക്കോ എല്ലാവരും ഇവിടുന്ന്. അത് മിണ്ടരുത്, ഇറങ്ങാൻ. ഇനി ഓടിക്കോ, നിന്നിട്ട് കാര്യമില്ല. വിട്ടോ വിട്ടോ. അങ്ങോട്ട് വന്നപ്പോ നല്ല കുണ്ടും കുഴിയും വലിയ പ്രശ്നമായിരുന്നില്ല. ഇപ്പോ ഓട്ടത്തിന് ഒരു കുണ്ടുമില്ല, ഒരു കുഴിയില്ല. പോയിക്കോ, ഞാൻ പിന്നാലെ വരുന്നുണ്ട്. വിട്ടോ. അത്രയും മതി മോളെ. പോയിക്കോ. സ്ത്രീധനം ചോദിച്ച് നിങ്ങൾ ഇനി എങ്ങും പോകരുത്. എൻ്റെ മകളും അവൾ നേടിയ വിദ്യാഭ്യാസവും ഇപ്പോൾ കാണിച്ച ഈ പെൺകരുത്തും അതാണ് ഞങ്ങളുടെ ധനം. ഇനി വേണ്ട ഇവിടെ നടക്കേണ്ട.